നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ വല്ലാതെ ടെൻഷൻ അടിച്ച് സുധീഷ് പുറത്തു വന്നിരിക്കുമ്പോഴത്തേനും ഹരീഷ് അങ്ങോട്ട് വന്നു. ഹരീഷ് വന്നിട്ട് ചോദിച്ചു, എന്താടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എടാ, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. എനിക്കിട്ടുള്ള പണിയാണോ വന്നതെന്ന് അറിയത്തില്ല. അതെന്താ? നിധിയുടെ അച്ഛനുണ്ടല്ലോ, ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളൊക്കെ അവളെ എന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പോകാനാന്നാ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അങ്ങനെ ആകുമോ? പക്ഷെ മട്ടും ഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ലോ. ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കും അതൊക്കെ. അല്ലടാ, അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നതെന്ന് പറഞ്ഞു. ഇത് മിക്കവാറും എനിക്കിട്ട് പണി തരാൻ തന്നെ അയാൾ വന്നേന്ന് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് നോക്കാം, എന്താ ഏതാന്നൊക്കെ അറിയാലോ. ഇതങ്ങനെ വെറുതെ നീ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. എടാ, നാളെ നീ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് പണി കിട്ടുമെന്ന് പറഞ്ഞു. അതെന്താ? പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ നിധിയടുത്ത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ പിന്നെ തിരിച്ചു വിടുമെന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചു. അത് ശരിയാ, അതുകൊണ്ട് നീ പോണോന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അവിടേക്ക് രാജീവൻ ഇറങ്ങി വരുന്നുണ്ടേ. രാജീവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ആ സമയം രാജീവ് സുധീഷിൻ്റെ അടുത്തേക്ക് വന്നു. തോളത്തേക്ക് കൈയിട്ടു. എന്തൊക്കെയുണ്ട് സുധീഷ് വിശേഷങ്ങളെന്ന് ചോദിച്ചു. സുധീഷ് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. എന്താടാ നീ നോക്കുന്നേ? നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നീ വെല്ലുവിളിച്ച് കഴിയുമ്പം ഞാൻ വാലും ചുരുട്ടി ഓടുമെന്നോ? ഒരിക്കലും ഇല്ല. എടാ, ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. 7 ദിവസമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം കഴിഞ്ഞു, ഇനി 6 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അങ്ങോട്ട് പോകും. പിന്നെ എന്താ സംഭവിക്കണമെന്ന് നിനക്കറിയാലോ. അവിടെ ചെന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോളെ ഞാൻ സ്വന്തമാക്കൂടാ, നിനക്ക് എൻ്റെ മോളെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് ടെൻഷനായി. ഈ സമയത്ത് രാജീവൻ പറഞ്ഞു, ഇത്ര പഠിപ്പിച്ച് അവളെ ഈ നിലയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാൻ എനിക്കറിയാടാ. നിന്നെ പോലുള്ള ഒരു ഫ്രോഡിൻ്റെ കൂടെ അവൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവളെ നിൻ്റെ അടുത്തൊന്ന് പിരിച്ചുകൊണ്ട് പോകാനായിട്ടും എനിക്കറിയാം. നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അങ്ങനെ എന്നിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകാനൊന്നും സാധിക്കില്ല സാറേന്ന് പറഞ്ഞു. സാധിക്കുമല്ലോ, നമുക്ക് നോക്കാം. നീയാണോ ഞാനാണോ ജയിക്കണേ, ഇവിടെ നോക്കാം. ഇപ്പം തന്നെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ, ഞാൻ ആരാ എന്താ ഏതാന്നൊക്കെ. ഇനി കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ആകപ്പാടെ പെട്ടുപോയൊരവസ്ഥയിലായിപ്പോയി സുധീഷ്. അപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ? ഞങ്ങൾ ചുമ്മാ ഓരോ കുശലാന്വേഷണമൊക്കെ നടത്തുമായിരുന്നു. ഇവനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു, ജോലിയെക്കുറിച്ചൊക്കെ. അതെ, അച്ഛനകത്തേക്ക് കയറുക, ഇവിടെ ഒന്ന് തണുപ്പടിക്കണ്ടെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി രാജീവനും കൂട്ടി അകത്തേക്ക് കയറി പോകണം. ആ സമയം സുധീഷ് ആലോചിച്ചു, ഇങ്ങേരെ ഒരു നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ല. ഇങ്ങേരുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും ഒരു കാരണവശാലും നടന്നുകൂടാ എന്നൊക്കെയൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ അകത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് എന്ത് ചെയ്തു, അവിടെ ചെറിയ കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലെടുത്തുകൊണ്ട് നവത്തിട്ട് അവിടെ ചെറിയ ബെഡൊക്കെ വിരിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് ഹാളിൽ. അപ്പം ഇത് കണ്ടുകൊണ്ട് വന്ന് രാജീവൻ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, ഒരു പായം തലവണ മതിയായിരുന്നു, ഞാൻ നിലത്ത് കിടക്കുമായിരുന്നല്ലോ. സാറ് നിലത്ത് കിടക്കാനോ? അത് വേണ്ട, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ആ വലിയ ഫാന് അതിനത്ര സ്പീഡും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ടേബിൾ ഫാന് കൊണ്ടുവന്ന് വെച്ചേക്കണേന്ന് പറഞ്ഞു. അതെന്ത് സാരമില്ല സുധീഷേ, ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നാലും അതല്ലല്ലോ, ഇനി കുറേ കാലം കഴിയുമ്പോൾ ഞങ്ങളൊരു പുതിയ വീടൊക്കെ പണിത് കഴിയുമ്പോൾ സാറിന് വന്നു കഴിയുമ്പോൾ നല്ല സുന്ദരമായിട്ട് കിടക്കാം. ഇപ്പം സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? എൻ്റെ മോൾ ഇവിടെയല്ലേ കഴിയണേ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് അന്തി ഉറങ്ങിയെന്ന് ഓർത്തുകൊണ്ട് പ്രശ്നമില്ല, എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല, നിലത്താളിലും കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞു. രാജീവൻ സ്വയം അങ്ങോട്ട് പൊങ്ങി മറിക്കുവാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് വന്ന് സുധീഷിന് മനസ്സിലായി ഇയാളുടെ അഭിനയം എന്താന്ന്. കുറച്ചു മുമ്പ് വരെ തന്നെ വെല്ലുവിളിച്ചവനാ, എന്നിട്ടാണ് ഇപ്പോൾ വലിയ ഡയലോഗും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ആ സമയത്ത് നികേഷ് തലവണയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വെക്കുവാണ്. പിന്നീട് നിധി പറഞ്ഞു, അച്ഛൻ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അല്ല മോള്, എൻ്റെ മുറി ഇവിടെ അടുത്താന്ന് പറഞ്ഞിട്ട് മുറി കൊണ്ടാ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ പറഞ്ഞു, മോൾക്കപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ മുറിയൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അതെ അച്ഛാ, ബാക്കി എല്ലാവരും ഹാളിലൊക്കെയാണ് കിടക്കുന്നതെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് മുറിയുണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാം. അല്ല മോളെ, നീ എങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇത്ര ചെറിയ വീട്ടിൽ ഇങ്ങനെയൊക്കെ? അച്ഛാ, ചെറിയ വീടാണെന്നുള്ളൂ, ഇവരുടെ ഉള്ള എല്ലാവരുടെ മനസ്സിൽ നല്ല സ്നേഹമുണ്ട്, എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞു. പേടിക്കണ്ട, അവരൊക്കെ എനിക്ക് തരുന്ന ആ സംരക്ഷണം ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്ര വലിയ വീട്ടിൽ കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് രാജീവ് ഹാളിലേക്ക് വന്നു. പിന്നീട് നിധി പറഞ്ഞു, അച്ഛൻ കിടന്നു എന്ന് പറഞ്ഞു. ഞാൻ കിടന്നോളാം, മോള് പോയി കിടന്നോളാം പറഞ്ഞു. അങ്ങനെ രാജീവൻ അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരീഷും സുധീഷും അവരെല്ലാവരും കൂടെ കിടക്കുവാണ്. ഈ സമയം രാജീവൻ സുധീഷിനോട് അങ്ങോട്ട് വന്നിട്ടിച്ചു, അല്ല ഇതെന്താ സുധീഷ്, നീ ഇവിടെ കിടക്കണേ, മോളുടെ മുറി പോയി കിടക്കാത്ത എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ നാളെ ഇപ്പം അങ്ങോട്ടേക്ക് വരുമല്ലേ,
അതുകൊണ്ട് ഞാനും ആ കൂടെ വരുന്നുണ്ടല്ലോ, അപ്പം ഇവരോടൊപ്പം കിടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവരോടൊപ്പം കിടക്കണേന്ന് പറഞ്ഞു. അപ്പം ഇവൻ വരുന്നുണ്ടോ, ഇവൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇവനെ കൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ നോക്കുന്നത്, എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിക്കണമല്ലോ എന്നൊക്കെ രാജീവൻ അങ്ങനെ മനസ്സിൽ കരുതി. എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് സുധീഷിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഉറങ്ങാനാ, നിധിയെ തനിക്ക് നഷ്ടപ്പെടുവോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ സുധീഷ് ആലോചിച്ചു, ഇയാൾ വന്നതിൻ്റെ പിന്നിൽ നിധിയെ കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണ്. നിധിയെ മനസ്സ് മാറ്റി കൊണ്ടുപോകണം, അല്ലെങ്കിലും അവളുടെ മനസ്സ് മാറ്റാൻ എളുപ്പമാണ്. അവൾക്ക് തന്നോട് ഇഷ്ടമൊന്നും ഉള്ളതായിട്ട് തനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ തൻ്റെ ഭാര്യയാണ് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത്, ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ സുഭാഷ് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ജോലിയൊക്കെ ചെയ്ത് ബാത്റൂമൊക്കെ കഴി വരുമ്പോഴത്തേനും നിധി അങ്ങോട്ട് വന്നു. നിധി വന്നിട്ട് ചോദിച്ചു, സുഭാഷേട്ടൻ നേരത്തെ എഴുന്നേറ്റോ? അതെ ഈ ബാത്റൂമൊക്കെ അതൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തിട്ടു. ചിലപ്പോഴേ നിധിയുടെ അച്ഛൻ എപ്പോഴും എഴുന്നേറ്റ് വരുന്ന അറിയത്തില്ലല്ലോ. എൻ്റെ സുഭാഷേട്ടാ, അത് ഞാൻ ചെയ്യില്ലായിരുന്നോ? അത് സാരമില്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അല്ല, അച്ഛന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഇഷ്ടമുള്ളേ? അങ്ങനൊന്നുമില്ല, സുഭാഷേട്ടൻ ഇഷ്ടമുള്ള ഉണ്ടാക്കിയോ, എന്തുണ്ടാക്കിയാലും അച്ഛൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് വന്നിട്ട് സുധീഷിനെ വിളിക്കോടെ, എടാ എഴുന്നേക്കടാ, എത്ര സമയമായി, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ഹാളിലെല്ലാം കിടക്കണേ. അങ്ങനെ കുത്തി എഴുന്നേപ്പിച്ച് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് രാജീവും വന്ന് ഡ്രസ്സൊക്കെ മാറി ഇല്ല ഇരിക്കുകയാണ്. ആഹാരമൊക്കെ കഴിക്കാൻ കൊടുത്തു. അങ്ങനെ കഴിപ്പും കുടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാജീവ് പറഞ്ഞു, എങ്കിൽ ശരി മോളെ, ഇറങ്ങിയാലോ, നിന്റെ ഭാഗമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, എടുത്തിട്ടുണ്ട്. അല്ല, ഡ്രസ്സൊന്നും എടുക്കണ്ട, മോളുടെ ഡ്രസ്സൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വാങ്ങാം എന്നൊക്കെ പറഞ്ഞു. നിധി പറഞ്ഞേ, അത് സാരമില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, എടാ നീ എന്താടാ പോകാൻ റെഡിയാവാത്തെ, നീ പോകുന്നില്ലേന്ന് ചോദിച്ചു സുധീഷിനോട്. സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഏട്ടാ ഞാൻ പോകുന്നില്ല. പോകുന്നില്ല, അതെന്താടാ നീ പോവാത്തെ? അത് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് ഓട്ടോ ഒക്കെ ഉണ്ട്, ഓട്ടോ ഉള്ള സമയത്ത് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് സുധീഷിനൊരു നമ്പറായിരുന്നു. അങ്ങനെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിധിയും പോവത്തില്ല എന്നൊരു ചിന്ത. താൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ ഞാനും വരുന്നില്ല അച്ഛാന്ന് അവൾ പറയും. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എടാ അതെന്ത് പരിപാടിയാടാ, എന്ത് മര്യാദയാണ് നീ കാണിക്കണേ, അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? നിധി ആശിച്ചു മോഹിച്ചു പോകാനായിട്ട് ഇരിക്കുമല്ലേ, അപ്പം പിന്നെ നീ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രാജു പറഞ്ഞു, അത് കുഴപ്പമില്ല, അവന് തിരക്കുണ്ടെങ്കിൽ അവൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ മോളെയും കൊണ്ട് അങ്ങോട്ട് പോയിക്കോളാം. 2-3 ദിവസം കഴിയുമ്പം സുധീഷിനെ തിരക്ക് കുറയുമ്പോൾ സുധീഷ് വന്നാൽ മതി എന്ന് പറഞ്ഞു. പെട്ടു സുധീഷ്. ദൈവമേ, ആ പ്രതീക്ഷ പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇവിടെ തന്നെ വിട്ടാൽ ശരിയാകത്തില്ല. പെട്ടെന്ന് സുഭാഷ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, വിളിച്ച് ചോദിക്കുക മുതലാളിയോട്, ഇന്ന് വരണോ, 2 ദിവസം ലീവ് എടുത്തോട്ടേന്ന്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ശരി ഞാൻ എന്നാൽ വിളിച്ചു ചോദിക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഫോണുമായിട്ട് അങ്ങോട്ട് പോയി. ഇത്തിരി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ ഞാനും വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജീവിൻ്റെ മുഖം മാറി. പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? ഹരീഷ് പറഞ്ഞു, നീ വാ, ഡ്രസ്സ് എടുത്ത് വെക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണ സമയത്ത് ഹരീഷ് പറഞ്ഞു, 3-4 ജോഡി എടുത്തോ, എത്ര ദിവസം നിൽക്കേണ്ട വരുമെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അതായി എനിക്കൊരു പേടി, അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങേര് എന്തൊക്കെ വർത്താനം പറയുമെന്ന് എനിക്ക് ആകെപ്പാടൊരു ഭയമുണ്ട്. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിട്ട് വാ. ദേ നിധി എടുത്തില്ലേ, പിന്നെ നീ എന്തിനാന്ന് ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാ. അങ്ങനെ ഒടുവിൽ ഭാഗമൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആ സമയം നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജീവൻ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. നികേഷ് ഭയങ്കര വിഷമമാണ്. നികേഷിൻ്റെ അടുത്ത് എന്നിട്ട് നിധി പറഞ്ഞു, അതെ ഞാൻ പോയിട്ട് വരാട്ടെന്ന് പറഞ്ഞു. എടുത്തി പെട്ടെന്ന് വന്നേക്കണം കേട്ടോ, അധിക ദിവസം ഒന്നും നിന്നേക്കരാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അതെന്താടാ അങ്ങനെ പറയണേ, നിന്റെ അടുത്ത അമ്മ അവളുടെ വീട്ടിലേക്ക് പോകല്ലേ, 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോകാനിറങ്ങുമ്പോഴത്തേനും നികേഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. നിധി പറഞ്ഞു, കരയല്ലടാ, സങ്കടപ്പെടല്ലേ, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയമാണ് ഭാസ്കരൻ കടയിൽ പോയിട്ട് വരുന്നത്. പതിവ് ചായ കുടിക്കാൻ പോയതായിരുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞൊരു പാട്ടൊക്കെ പാടി അങ്ങനെ ഭാസ്കരൻ അങ്ങോട്ട് വന്നു. മോള് പോകാൻ ഇറങ്ങിയോന്ന് ചോദിച്ചു. അല്ല സാറേ, എൻ്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടൂലോ അല്ലേന്ന് ചോദിച്ചു. അതെന്തോ ഭാസ്കരൻ അങ്ങനെ ഒരു ചോദ്യം, അല്ല എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ, ചതിയൊന്നും അല്ലല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അങ്ങനെ ചതിക്കാനാണെങ്കിൽ ഞാനിവിടെ വന്ന് താമസിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്നും അല്ലേ, സുധീഷിൻ്റെ ഭാര്യയല്ലേ ഇവളിപ്പം, ഇവിടെ ഞാനിനി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ ഒഴുക്കം മട്ടി പറയണം. പിന്നീട് ഭാസ്കരൻ നിധിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ ഇന്ന് ഇത് കൈ വെച്ചോളാൻ പറഞ്ഞു. ഇതെന്താ? അതെ നല്ല ചൂട് കടിയാണ്, കുറച്ച് വടയാ, ഇത് പോകുന്ന വഴിക്ക് മോൾക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. വേണ്ട അച്ഛാ, ഇത് കൈ വെച്ചോ മോളെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഒടുവിൽ രാജുവും പോയി വണ്ടി എടുക്കുകയാണ്. സുധീഷും നിധിയും കൂടെ കയറി വണ്ടിയിലേക്ക്.
സുഭാഷിനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു അവർ പോകുന്ന കാര്യത്തിൽ. അങ്ങനെ അവർ ടാറ്റോ കൊടുത്ത് അങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് രാജീവൻ കണ്ണാടി കൂടെ നോക്കുന്നുണ്ടായിരുന്നു ബാക്കിലേക്ക്. രാജീവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം രാജീവൻ ഇറങ്ങി കാറേന്ന്. നിധി ചോദിച്ചു, എന്താച്ചാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു തലവേദന നടുവിനൊക്കെ. സുധീഷ് ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷിനെ വിളിച്ചു. കുറച്ച് നേരം കാറിന് ഡ്രൈവ് ചെയ്യുമെന്ന് ചോദിച്ചു. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിധിയുടെ അടുത്ത് ആസ്വദിച്ചൊന്ന് ഇരുന്ന് വന്നാൽ അപ്പോഴാണ് ഈ കിളവൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, അല്ല അത് പിന്നെ അതെ ഒന്ന് ഡ്രൈവ് ചെയ്യുക, ഞാനൊന്ന് വിശാലമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ പിന്നിലേക്ക് പോവാണ്. പോയി നിധിയുടെ അടുത്ത് പോയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിധിക്ക് സംശയം തോന്നുമല്ലോ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ. ഇനിയിപ്പോൾ താൻ എന്താ അങ്ങനെ ഓർക്കില്ലേ. ഒടുവിൽ സുധീഷ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ആ സമയം നിധിയെ ചേർത്ത് പിടിച്ചിട്ട് രാജീവൻ ഇരിക്കുകയാണ്. രാജീവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു സുധീഷിനെ ഇപ്പം എങ്ങനെ ഉണ്ടാന്നുള്ള രീതിയിൽ. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പം സുധീഷിന് നല്ല ടെൻഷനായി. പക്ഷെ എന്ത് വന്നാലും താൻ വിട്ടുകൊടുക്കില്ലെന്നൊരു ചിന്തയായിരുന്നു സുധീഷിന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.